എംബഡഡ് സിസ്റ്റം കോഴ്സ് ചെയ്താൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ എൻ്റെ കരിയർ എന്താവും? വളരെ നല്ലൊരു ചോദ്യമാണ്. കരിയർ എന്താവും 5 വർഷത്തിനുള്ളിൽ? 5 വർഷത്തിൻ്റെ കാര്യമൊക്കെ മുന്നേ കൂട്ടി ചിന്തിക്കുന്നത് തന്നെ വളരെ നല്ലൊരു പോസിറ്റീവ് കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു കോഴ്സ് എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മാത്രമല്ല, നിങ്ങൾ ഏത് ഫീൽഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, അത് ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. കാരണം ചില ആളുകൾ, ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത്, അവർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള അവരുടെ അതിനകത്തുള്ള ഇൻവോൾവ്മെൻറ്റും താല്പര്യങ്ങളും പിന്നീടുള്ള പഠനവും ആത്മാർത്ഥതയൊക്കെ ചിലപ്പോൾ ഒന്ന് കുറഞ്ഞു പോകും. എല്ലാവരുടെയും കാര്യമല്ല, ചിലരെങ്കിലും. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മറ്റു ചിലരാണെങ്കിൽ അവർ വളരെ നന്നായിട്ട് പിന്നെയും ഹാർഡ് വർക്ക് ചെയ്ത് ആ ഫീൽഡിൽ വളരെയധികം എക്സലൻ്റ് ആയിട്ട് വരാനുള്ള ഒരു താല്പര്യം കാണിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പം ജോലി കിട്ടും എന്നുള്ളത് ഏതാണ്ട് 100% ഉറപ്പാണ്. അതിന് ശേഷമുള്ള ഗ്രോത്ത്, അതിന് ശേഷം അവർ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ചും കൂടി ഇരിക്കും. ഇപ്പം എൻ്റെ അറിവിൽ തന്നെ ഒരു വർഷം 5ഉം 6ഉം ഇൻക്രിമെൻറ്റ്, അതും സിംഗിൾ ഡിജിറ്റ് ഇൻക്രിമെൻ്റ് അല്ല, സാലറി റിവിഷൻ അല്ല, ഡബിൾ ഡിജിറ്റ് 60%, 50%, 25% എല്ലാം സാലറി ഇൻക്രിമെൻറ്റ് ഒരു വർഷം തന്നെ നേടിയ ആളുകളെ എനിക്കറിയാം. അപ്പോൾ നന്നായിട്ട് ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ ഫീൽഡിൽ ഒരു 2 to 3 വർഷത്തിനുള്ളിൽ വളരെ നല്ല സീനിയർ പോസ്റ്റിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ 5 വർഷം എന്ന് പറയുന്നത് പിന്നെ ഞാൻ കുറച്ചുകൂടി, ഇപ്പോൾ നമ്മൾ ഒരല്പം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെക്കാളും ഒരു 50% കുറവാണെങ്കിൽ പോലും 5 വർഷം 6 വർഷം എന്നുള്ള കാലയളവിൽ സീനിയർ പോസ്റ്റിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ കാണുന്നത്. അപ്പോൾ 5 വർഷത്തെ കരിയറിന് 5 വർഷം എന്നൊക്കെ പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ വളരെ സീനിയർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നമ്മൾ കുറച്ച് ആത്മാർത്ഥത ജോലി കിട്ടിയിട്ടും കാണിക്കണം എന്ന് മാത്രം.